വാചാലം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം മെബു എന്തോ രസമുണ്ടായിരുന്നു. താങ്ക് യു. നല്ല പൂക്കൾ ശബ്ദമൊക്കെ ഇട്ട് നല്ലൊരു പാട്ട്. എനിക്ക് രമ്യ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഒരു സൗണ്ട് ഒക്കെ നമ്മൾ അവിടെ കേട്ടു. രമ്യ ചേച്ചി ഇവിടെ എന്തായിരുന്നു, പാട്ട് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. എന്തൊരു ശല്യം. ഇപ്പൊ ഒരു പ്ലാൻ വരുന്നുണ്ടല്ലോ, നല്ലൊരു പ്ലാൻ ഇതാ വരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടു വാചാലം. പിന്നെ വാചാലം ഒന്നൂടെ പാടിക്കൊടുക്കടാ ചേച്ചിക്ക്. അത് വാചാലം വാചാലം. അടിപൊളി. അപ്പൊ എന്തായാലും ആദ്യം രമ്യ ചേച്ചി തന്നെ തുടങ്ങാം. മെബിൻ കുട്ടാ, എന്തോ ഒന്നാമത് ഈ പാട്ട് വല്ലാത്തൊരു നൊസ്റ്റാൾജിയും ഭയങ്കര രസമുള്ള പാട്ടാണ്. എത്ര കേട്ടാലും നമ്മൾക്ക് ഇനിയും കേൾക്കാൻ തോന്നുന്നൊരു പാട്ടാണ് അത്. മോന്റെ വേർഷനിൽ വളരെ ഗംഭീരമായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വാ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര രസമായിട്ട് പാടിയിട്ടോ. പിന്നെ മോന്റെ ഒരു നിഷ്കളങ്കതയുണ്ട് ആ പാട്ടില്. ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എസ്പെഷ്യലി മോൻ ഇങ്ങനെ ഹൈ പിന്നെ പെട്ടെന്ന് താഴത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു അങ്ങനെ അലിഞ്ഞു ചേർന്ന് പാടുന്ന പോലെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു രമ്യ ചേച്ചി. ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ 80s 90s സോങ്സ് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെയാണ് എനിക്ക് ലൈക്ക് ഒബ്സഷൻ ആണ്. അതാ തുടങ്ങാൻ മൂളിയപ്പോഴേ ചേച്ചി അവിടെ ഇങ്ങനെയൊക്കെ തുടങ്ങിയാണ് എനിക്ക്. അതായത് ആയിരക്കണക്കിന് പാട്ടുകളുടെ ഒരു കൂമ്പാരമാണ് അവിടെ നിൽക്കണേ ഷെയർ ചെയ്യുന്നത്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നുള്ളത്. ഞാൻ മ്യൂസിക് ഒരു അഡിക്ഷൻ ആണ് എനിക്ക്. അങ്ങനെ എനിക്ക് ആ ഒബ്സഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് വാചാലം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫുൾ ഫ്ലാറ്റായി. പിന്നെ
മോൻ്റെ ഡ്രസ്സിങ്ങും ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ചൊരു മെച്ചോർഡ് ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ഒരു അഡൾട്ട് നിന്ന് മൈക്കൊക്കെ പിടിച്ച് പാടുന്ന പോലെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഈ ടക്കിൻ ഷർട്ടും ഒക്കെ ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. താങ്ക് യു. ഈ മ്യൂസിക് കമ്പോസറും സിംഗറും ഇരിക്കുമ്പോൾ നമ്മൾ മുത്തുച്ചിപ്പി ഇതുവരെ പാടിച്ചില്ല അല്ലേ ഹരിച്ചേട്ടാ? എനിക്ക് തോന്നി ഇതിലിപ്പോ വരുന്നു. ഓ ഓ ഒരു കാറ്റിൻ പൂങ്കവിൾ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ നേരമായി. ഒരു കാറ്റിൻ പൂങ്കവിൾ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നും നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാൻ ഉള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. തന്നനനനനനനനനനന ശ്രീരാഗം. താങ്ക് യു സോ മച്ച് ഷാനിക്ക, ഇതുപോലൊരു പാട്ട് ഞങ്ങൾക്ക് തന്നതിന്. അതെ താങ്ക് യു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സുഖമുണ്ട്. അതെ. അയ്യോ സോറിടാ മരവായി ഷാനിക്ക. അയ്യോ ഇവൻ എന്തായിരുന്നു പാടിയത്? ഒരു മണിത്തന്നലാ താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു മണിമുളം കുഴലിതാ കാടാകവേ സംഗീതം കുളിരിളം തളിരിതാ കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം. മെബൂട്ടാ എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. കുറച്ച് ടഫാണ് ഈ പാട്ട്, എസ്പെഷ്യലി ഈ വാചാലം എൻ മൗനവും നിൻ മൗനവും എന്ന് പാടുന്നിടത്ത് ക്രൊമാറ്റിക് ആയിട്ടാണ് നോട്ട്സ് വരുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായത് കറക്റ്റ് ക്രൊമാറ്റിക്കിലാണോ വീഴണേ എന്നുള്ളത്. പക്ഷെ അത് കൃത്യമായിട്ടാണ് മെബിൻ പാടിയത് കേട്ടോ. താങ്ക് യു. അത് കാരണം ഇൻസ്ട്രുമെന്റ്സിന്റെ ഇടയിൽ എനിക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി മെബൂട്ടൻ കറക്റ്റ് ആയിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ആകെ തഴുകുന്നു നീ തഴുകുന്നു, അതില് നീ എവിടെ പോയി? എവിടെ പോയതാ? അതാണോ ഹരിച്ചേട്ടൻ വട്ടുവിട്ട് വെച്ചത്? അതെ, എങ്കയോ പോയിട്ടെ അല്ലേ? സെയിം സ്ഥലം ചരണത്തില് ഹൃദയം താനെ പാടുന്നു. പക്ഷെ താനെ പിന്നെയും ഒന്ന് ഒപ്പിച്ചു. ആ നീ ഒരെണ്ണം ഒന്ന് പാടി നോക്കുന്ന. തഴുകുന്നു നീ തഴുകുന്നു ഒന്നുകൂടെ. തഴുകുന്നു നീ തഴുകുന്നു നീ നരരാ നരരാ. നീ നീ Yes. തഴുകുന്നു. Yes, perfect. അപ്പൊ അത് അങ്ങനെ പാടി വന്നപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നി. അതേപോലെ തന്നെ ഹൃദയം താനെ, ആ താനെ അത്ര കുറച്ചൊരു ക്ലാരിറ്റി പക്ഷേ അത്രേ ഉള്ളൂ. മേബട്ടാ ഗംഭീരം, അടിപൊളി. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ സൂപ്പർ ആയിരുന്നു മെബിൻ, അടിപൊളി. താങ്ക് യു. മെബിൻ എപ്പോഴും ഒരു നല്ല പെർഫോമൻസ് വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പോകാറുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ വളരെ പ്രതീക്ഷയോടെ കേൾക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് മെബിൻ. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. കാരണം
ഇത് അത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല. വാചാലം തണ്ടാരരി താരാരാരാരാരാ. എല്ലാ നോട്ട്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതൊക്കെ മോൻ കറക്റ്റായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫീൽ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ നീ പാടിയ പാട്ട് ഭയങ്കര സോൾഫുള്ളായിട്ട് പാടിയത്. അത് ആ ഒരു പ്രസന്റ് ചെയ്യേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്തു. എല്ലാവർക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. ആൻഡ് ഓർക്കസ്ട്ര സൂപ്പർ. സോ കലക്കിയടാ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരി ചേട്ടാ. മെബു എന്തോ മാർക്സ് ചോദിക്കാം. യെസ്. ഓക്കെ ഹരി ചേട്ടാ. ഓക്കെ മെബിൻ. അപ്പൊ ഇന്ന് മെബിന്റെ മാർക്സ് 9. താങ്ക് യു. താങ്ക് യു ഹരി ചേട്ടാ. ഷാനിക്ക. മെബിൻ എന്തോ 9. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. രവി ചേച്ചി. മെബിൻ എന്തോ 10 മൈനസ് പറ. 8 + 1.5 8 + 1.5 അല്ലേ? 9.5. താങ്ക് യു. 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മെബു എന്തോ സൂപ്പർ. താങ്ക് യു. സന്തോഷായോ? യെസ്. ഇവന്റെ സന്തോഷം കുറച്ച് കൂട്ടാൻ ഷാനിക്ക നിസ്സാരക്കാരനല്ല. വന്ന കാലം തൊട്ടേ പാട്ടൊക്കെ പാടി നമ്മളെ ഞെട്ടിക്കുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഹ്യൂജ് ഫാൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ മെബൂട്ടൻ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഷാനിക്ക. പറയട്ടെ ഞാൻ, നമ്മുടെ മെബുവിന്റെ ഒരു ഫാൻ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് മെബുവിന്റെ. എനിക്കൊന്ന് ഓൾ കേരള ഫാൻസിനെ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്ത അതിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു ചേട്ടനാണ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഓൾ കേരള ഫാൻസ്. ഓൾ കേരള ഫാൻസ്. ആലപ്പുഴയെന്നാ വന്നേ. ഓക്കെ, ഉണ്ണിച്ചേട്ടനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. ഉണ്ണിച്ചേട്ടാ ഒന്ന് ഫ്ലോറിലേക്ക് വരുമോ? ഹലോ ഉണ്ണിച്ചേട്ടാ. നമസ്കാരം. ശരിക്കും പേരെന്താണ്? എന്റെ പേര് കിരൺ എന്നാണ്. കിരൺ. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴ പുന്നപ്പുറയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ മെബിനെ കുറിച്ച് പറയാനായിട്ട് ഏക്കാരും എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, ഒരു സംഗീതത്തിന്റെ ഫ്ലോറിൽ കയറി ഇങ്ങനെ നിൽക്കണമെന്ന്. എല്ലാവരുടെ അച്ഛന്മാരൊക്കെ വന്നിട്ട് പറയും എൻ്റെ മക്കളിലൂടെ ഈ വേദിയിൽ കയറി നിൽക്കാൻ പറ്റിയെന്ന്. പക്ഷേ ഞാൻ ഒരു 3ാം ക്ലാസ് മുതൽ എൻ്റെ ഫാനാണ്. അപ്പം അന്ന് മുതൽ ഈ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുക, അതൊക്കെ കണ്ണ് പറയുന്നുണ്ട്. അവർ ഈ സ്റ്റേജിൽ കയറി നിൽക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു, ഞാനും ചെറിയൊരു പാട്ടൊക്കെ സൗദിയായിട്ടൊക്കെ പോകണം. അപ്പോൾ ഒരു വേദിയിൽ കയറി നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് എൻ്റെ മോനെ, എൻ്റെ അനിയനെ, എൻ്റെ കൊച്ച് മിടുക്കനെ കൊണ്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം. വെരി ഗുഡ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലായിടത്തും അവന് ഓൾറെഡി ഫാൻസുകളുണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരും പ്രതിനിധിയായിട്ട് വന്നതാണ്. അപ്പം എല്ലാവർക്കും കൂടെ നമുക്ക് ഒരു വരാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ ഇങ്ങോട്ട് അറിയിച്ചതാണ്. അപ്പോൾ ഞാനാണ് ഒരു തുടക്കക്കാരൻ. നമ്മളിലൂടെ ഒരുപാട് പേര് ഇവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ടുകൾ കണ്ടിട്ട് പിന്നെ കഴിഞ്ഞ ഒരു പാട്ട് കണ്ടിട്ട് ഒരാൾ കാറ് രജിസ്റ്റർ ചെയ്ത് അവരുടെ അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ പഠിക്കും, നന്നായിട്ട് പഠിക്കും. LSS ഇവിടുത്തെ യൂസ് എടുക്കാൻ പോകണം. അപ്പൊ ഇതൊക്കെ പഠിച്ച് മിടുക്കനാകുന്ന ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫാൻസ് ഇതൊക്കെ കാണുന്നുണ്ടോടെ. പിന്നെ ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇവൻ വയനാടാണ്. കണ്ണൂർ വൈസേരി സ്കൂളിലെ ഒരു പിന്നെ അംബാസഡർ കൂടെയാണ് സ്കൂളിന്റെ. എന്നെ ഇവിടെ എത്തിച്ച മെബിൻ്റെ ഫാൻസുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അത് പ്രത്യേകിച്ച് അമൃതയ്ക്കും അമൃതയുടെ പ്രൊഡ്യൂസറിനും എൻ്റെ അണിയറ പ്രവർത്തകർക്കും ഉള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതാണ്. ഇന്ന് രാത്രി ഇങ്ങനെ അറിയിച്ചിട്ട് വരുമ്പോൾ പറഞ്ഞു ഫാൻസ് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യം അതൊന്ന് കൊടുത്തേട്ടാ. ഇവര് പറഞ്ഞ ചെറിയ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ കാറാന്ന് വിചാരിക്കും. ഒരു സ്വർണ്ണ മോതിരമാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു സ്വർണ്ണ മോതിരം തന്നിട്ടുണ്ട്. അതൊന്ന് ഏൽപ്പിക്കണം.